ഹലോ ഫ്രണ്ട്സ്, +1 കെമിസ്ട്രിയിലെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ അതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ചർച്ച ചെയ്തു. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 5 ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്, അതുപോലെ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻസ്, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയംസ്. ഇത്രയും ലോസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതുപോലെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ടുള്ള മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് എല്ലാ നീറ്റ് എക്സാമിലും മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാറുണ്ട്. സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുമാത്രമല്ല, കെമിസ്ട്രിയുടെ ഏകദേശം എല്ലാ റിയാക്ഷൻസും നമ്മൾ മോൾ എന്താണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാതെ നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇന്ന് നമുക്ക് മോൾ കൺസെപ്റ്റ് പരിചയപ്പെടാം. മോൾ കൺസെപ്റ്റ് എന്താണ്, മോളിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണ്, അതുപോലെ തന്നെ മോളാർ മാസ്, മോളാർ വോളിയം, അതുപോലെ മോൾ റിലേഷൻഷിപ്സ്. മോള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം 10ഓളം റിലേഷൻഷിപ്സ് നമ്പർ ഓഫ് മോൾസുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇവ ഏതൊക്കെയാണ്, അതുപോലെ ഇത് ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് നീറ്റ് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കിന്ന് മനസ്സിലാക്കാം. പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, മോൾ കൺസെപ്റ്റ് എന്താണ്? മോള് 1 മോൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ അവോഗാഡ്രോസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? NA എന്നാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് 6.02 ഇൻറ്റു 10⁻23 എന്നാണ് ആ നമ്പർ അല്ലേ? 6.02 ഇൻറ്റു 10⁻23. അപ്പോൾ മോളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ 1 മോൾ സബ്സ്റ്റൻസ് എന്ന് പറയാം. അതായത് 6.02 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉള്ള സബ്സ്റ്റൻസിനെ നമുക്ക് 1 മോൾ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഈ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എലമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ 1 മോൾ ആറ്റംസ് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ആറ്റംസ് ആയിരിക്കും. ഇനി നമ്മൾ മോളിക്യൂൾസിനെ കുറിച്ചാണ് പറയുന്നത്, 1 മോൾ മോളിക്യൂൾ എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ 6.02 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ അയേൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 മോൾ അയേൺസ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ 6.02 ഇൻറ്റു 10⁻23 അയേൺസ് ആയിരിക്കും ഉണ്ടാവുക. ഏത് പാർട്ടിക്കിൾസിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് ആ പാർട്ടിക്കിൾസ് ഇത്രയും നമ്പർ ഉണ്ടെങ്കിൽ, അതിൻ്റെ നമ്പർ ഇത്രയും ഉണ്ടെങ്കിൽ, എത്ര? 6.02 ഇൻറ്റു 10⁻23 അത്രയും നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ 1 മോൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് 1 മോൾ കാർബൺ എന്ന് പറഞ്ഞാൽ 6.02 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റംസ് ആണ്. ഓക്കെ, ഇനി 1 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1 മോൾ വാട്ടർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസ് ആണ്? 6.02 ഇൻറ്റു 10⁻23 വാട്ടർ മോളിക്യൂൾസ് ആണ്. അതുപോലെ 1 മോൾ NaCl എന്ന് പറയുന്നത് 6.02 ഇൻറ്റു 10⁻23 Na പ്ലസ് അയൺസും, അതുപോലെ 6.02 ഇൻറ്റു 10⁻23 Cl മൈനസ് അയൺസുമാണ്. ഓക്കെ, മൈനസ് ആണ്, Cl മൈനസ് അയൺസും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സബ്സ്റ്റൻസിൻ്റെ 1 മോൾ എന്ന് പറയുന്നത് അതിൻ്റെ 6.02 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് അടങ്ങുന്ന അത്രയും എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1 മോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോളിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇപ്പോൾ നമ്മൾ 1 പെയർ ഓഫ് എന്ന് പറയലുണ്ട്. 1 പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എണ്ണം എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ? അതുപോലെ 1 ഡസൻ എന്ന് പറയലുണ്ട്. 1 ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 എന്നാണ് അതിൻ്റെ മീനിങ്. റെഡി? അതുപോലെ 1 മോൾ എന്ന് പറഞ്ഞാൽ 6.02 ഇൻറ്റു 10⁻23. ഇനി ഈ 1 മോളിനെ നമ്മൾ Na എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. Na എന്നുള്ള ടേം വെച്ചിട്ടാണ് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അവോഗാഡ്രോസ് നമ്പർ എന്നാണ് ഈ ഒരു നമ്പർ അറിയപ്പെടുന്നത്. അവോഗാഡ്രോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പരിചയപ്പെടുത്തിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് 6.02 ഇൻറ്റു 10⁻23 എന്നുള്ള ആ നമ്പർ അറിയപ്പെടുന്നത്. രാമാനുജ സംഖ്യ നമുക്കറിയാം അല്ലേ? അതുപോലെ തന്നെ
അവഗാഡ്രോസ് നമ്പർ എന്നറിയപ്പെടുന്നത് 6.02 ഇൻറ്റു 10⁻23 എന്ന് പറയുന്ന ഈ നമ്പറാണ്. ഇത്രയും പാർട്ടിക്കിൾസ് ഉള്ള ഏത് സബ്സ്റ്റൻസിനെയും നമുക്ക് 1 മോൾ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ, റെഡി. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് അറ്റോമിക് മാസും അതുപോലെ ആവറേജ് അറ്റോമിക് മാസുമാണ്. എന്താണ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ആ ടേമിൽ തന്നെ ഉണ്ട്, മാസ് ഓഫ് 1 ആറ്റം ഓഫ് ആൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെൻറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് 1 ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ്റെ ഒരു ആറ്റം എടുത്താൽ അതിന് 1 AMU മാസാണ് ഉണ്ടാവുക. എന്താണ് ഈ AMU എന്ന് പറയുന്നത്? ചെറിയ ആറ്റംസ് ഒക്കെ വളരെ ചെറിയ വളരെ ചെറിയ മാസാണ് ഇവർക്കൊക്കെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവരുടെ മാസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടേമാണ് AMU എന്നുള്ളത്. നമ്മൾ കിലോഗ്രാം, ഗ്രാം എന്നൊക്കെ പറയുന്നത് പോലെ AMU അല്ലേ. 1 AMU എന്ന് പറഞ്ഞാൽ 1 AMU ഈക്വൽ ടു 9.1 ഇൻറ്റു 1 AMU എന്ന് പറഞ്ഞാൽ 1 AMU ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമാണ്. ഇതാണ് 1 AMU എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 1 AMU ആണ്. ഇനി ഓക്സിജൻ്റെ മാസ് എത്രയാണ്? ഓക്സിജൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, 16 ആണ്. ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത് 16 AMU ആണ്. 16 AMU, അതായത് നമ്മൾ കിലോഗ്രാമിൽ പറയുകയാണെങ്കിൽ 16 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. അതുപോലെ വേറൊരു എലമെൻറ്റിനെ പറയൂ, നൈട്രജൻ അല്ലേ. നൈട്രജൻ്റെ മാസ് എന്ന് പറയുന്നത്, നൈട്രജൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 14 AMU ആണ്. 14 AMU. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു ആറ്റത്തിൻ്റെ മാസാണ്, ഒരു മോളിൻ്റെ മാസല്ല. ഒരു ആറ്റത്തിൻ്റെ മാസ് ആയതുകൊണ്ട് നമ്മൾ 14 AMU എന്നാണ് പറയുന്നത്, 14 ഗ്രാം അല്ല. ഓക്കെ, അപ്പോൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ മാസാണ്. റെഡി. AMUലാണ് നമ്മളതിന് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. വേണമെങ്കിൽ നമുക്ക് U എന്നും പറയാം അല്ലേ, 1 U എന്ന് പറയാം. 1 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് AMU എന്ന് പറയുന്നത്, 1 U എന്നും പറയാം, അല്ലെങ്കിൽ 16 U എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. റെഡി. അപ്പോൾ അതാണ് ഒരു ആറ്റത്തിൻ്റെ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ്. ഇനി ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ചില എലമെൻറ്റ്സ് അതിന് 2 or 3 ഐസോട്ടോപ്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് ഹൈഡ്രജന് തന്നെ 3 ഐസോട്ടോപ്സ് ഉണ്ട്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം എന്നാണ് അവരെ നമ്മൾ വിളിക്കുന്നത്. അതായത് ഹൈഡ്രജനിൽ 1 ഇലക്ട്രോണും 1 പ്രോട്ടോണും ആണുള്ളത് പ്രോട്ടിയത്തിലാണെങ്കിൽ. അതുപോലെ ഡ്യൂട്ടീരിയത്തിലാണെങ്കിൽ 1 പ്രോട്ടോണും 1 ന്യൂട്രോണുമാണുള്ളത്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ മാസ് 2 ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ട്രിഷ്യം ആണെങ്കിൽ അതിൽ 1 പ്രോട്ടോണും അതുപോലെ 2 ന്യൂട്രോൺസ് ഉണ്ടാവും, അതിൻ്റെ മാസ് 3 ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒന്നിൽ ന്യൂട്രോൺസ് ഇല്ല, മറ്റേതിൽ 1 ന്യൂട്രോൺ ഉണ്ട്, മറ്റേതിൽ 2 ന്യൂട്രോൺസ് ഉണ്ട്. ഇങ്ങനെ ഹൈഡ്രജന് 3 ഐസോട്ടോപ്സ് ഉണ്ട്. അതിന് നമ്മൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. അപ്പോൾ ഇവിടെ നമ്മൾ 1 AMU എന്നാണോ പറയേണ്ടത്, അല്ലെങ്കിൽ 2 AMU എന്നാണോ, അല്ലെങ്കിൽ 3 AMU എന്നാണോ അതിൻ്റെ മാസ് പറയുമ്പോൾ പറയാം? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നിൽ കൂടുതൽ ഐസോട്ടോപ്സ് ഉള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ അവരെ 3 പേരുടെയും, 3 ആളാണുള്ളതെങ്കിൽ 3 പേരുടെയും മാസിൻ്റെ ആവറേജ് ആണ് എടുക്കുന്നത്. അത് നമ്മൾ എടുക്കുന്നത് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ഐസോട്ടോപ്പിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ്, അതായത് യൂണിവേഴ്സിലുള്ള അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കും. ഓക്കെ, പ്ലസ് രണ്ടാമത്തെ ഐസോട്ടോപ്പിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് പ്ലസ് മൂന്നാമത്തെ ഐസോട്ടോപ്പ് ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ പ്രോട്ടിയത്തിൻ്റെ മാസ് ഇൻറ്റു പ്രോട്ടിയത്തിൻ്റെ പെർസെൻറ്റേജ് അല്ലേ. അതുപോലെ ഡ്യൂട്ടീരിയത്തിൻ്റെ മാസ് ഇൻറ്റു ഡ്യൂട്ടീരിയത്തിൻ്റെ പെർസെൻറ്റേജ്, അതുപോലെ ട്രിഷ്യത്തിൻ്റെ മാസ് ഇൻറ്റു ട്രിഷ്യത്തിൻ്റെ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. ഇതാണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ആവറേജ് അറ്റോമിക് മാസാണ് സാധാരണ കാണിക്കാറുള്ളത്. അത് ഒരുപാട് ഡെസിമൽ ആയിട്ട് വരികയാണെങ്കിൽ, നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ആവറേജ് അറ്റോമിക് മാസ് കാണുകയാണെങ്കിൽ
അവിടെ ഒരുപാട് ഡെസിമൽസ് വരികയാണെങ്കിൽ നമ്മൾ ആ ഡെസിമൽസിനെ 2 ഡെസിമലായിട്ട് റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് ദി വെയ്റ്റഡ് ആവറേജ് ഓഫ് ഓൾ ഐസോടോപ്സ്. ദ മാസ് ഇൻഡിക്കേറ്റഡ് ഓൺ ദി പീരിയോഡിക് ടേബിൾ യൂഷ്വലി റൗണ്ടഡ് ടു 2 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ അതാണ് ആറ്റോമിക് മാസും ആവറേജ് അറ്റോമിക് മാസും. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുക. ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഐസോടോപ്സ് ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ആവറേജ്, വെയ്റ്റഡ് ആവറേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയാം. റെഡിയാണല്ലോ? ഓക്കെ, ഇനി മോളാർ മാസ് അതുപോലെ മോളാർ വോളിയം, ഈ 2 ടേംസ് നമുക്ക് പരിചയപ്പെടാം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് 6.02 × 10⁻23 പാർട്ടിക്കിൾസ് കണ്ടെയ്ൻ ചെയ്യുന്ന എത്ര എമൗണ്ട് ആണോ അത്രയും എമൗണ്ടിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയാമെന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ മാസിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയാം. അതായത് 1 മോൾ സബ്സ്റ്റൻസിൻ്റെ മാസ് ആണ് എന്ത്, മോളാർ മാസ്. 1 മോൾ ആറ്റംസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിൽ 6.02 × 10⁻23 ആറ്റംസ് ആണല്ലോ ഉണ്ടാവുക. അതിൻ്റെ മാസിനെ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്നാണ് പറയാം. എന്താണ് പറയാം? ഗ്രാം അറ്റോമിക് മാസ്. അതായത് 1 മോൾ ആറ്റംസിൻ്റെ മാസാണ് ഗ്രാം അറ്റോമിക് മാസ്. ഇനി നമ്മുടെ കയ്യിൽ മോളിക്യൂൾസ് ആണ് ഉള്ളതെങ്കിലോ, 1 മോൾ മോളിക്യൂൾസ് ആണ് ഉള്ളതെങ്കിലോ അതിൻ്റെ മാസിനെ നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്നാണ് പറയാം. എന്താണ് പറയാ? ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 മോൾ ആറ്റംസിൻ്റെ മാസാണ്. അതുപോലെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ 1 മോൾ മോളിക്യൂൾസിൻ്റെ മാസാണ്. റെഡി? ഇനി പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മോളാർ മാസ് എന്ന് പറയുന്നത് അത്രയും നമ്പർ ഓഫ്, അതായത് അവോഗാഡ്രോസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മാസിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ 1 മോൾ എന്നും പറയുന്നത് അല്ലേ. ഓക്കെ, ദ കളക്റ്റീവ് മാസ് ഓഫ് 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഈസ് കാൾഡ് മോളാർ മാസ്. മോളാർ മാസിൽ ഇനി ഡൗട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, എന്താണ് മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 1 മോൾ സബ്സ്റ്റൻസിൻ്റെ മാസാണ് മോളാർ മാസ് അല്ലേ. അത് ആറ്റംസ് ആണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് എന്ന് നമ്മൾ പറയും അല്ലേ. മാസ് ഓഫ് 1 മോൾ ഇൻ ഗ്രാംസ് അല്ലേ, അതിനാണ് നമ്മൾ എന്താണ് അറ്റോമിക് ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദി ആവറേജ് അറ്റോമിക് മാസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഐസോടോപ്സിൻ്റെ ഒക്കെ ആവറേജ് എടുത്തിട്ട് നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് പറയാൻ പറ്റുന്നു. അപ്പോൾ ഈ ആവറേജ് അറ്റോമിക് മാസിനെ നമ്മൾ ഗ്രാമിൽ പറയുകയാണെങ്കിൽ അതിന് ഈക്വൽ ആയിരിക്കും എന്ത്, മോളാർ മാസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഹൈഡ്രജൻ്റെ തന്നെ 1 എന്നാണ് നമുക്ക് അതിൻ്റെ മാസ് കിട്ടുന്നതെങ്കിൽ, അറ്റോമിക് മാസ് 1 ആണ് എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആവറേജ് അറ്റോമിക് മാസ് 1 ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ 1 ഗ്രാം ആണ് എന്ത്, ഹൈഡ്രജൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റംസിൻ്റെ മാസ് എന്ന് പറയുന്നത് 1 ഗ്രാം ആണ്. അതുപോലെ ഓക്സിജൻ്റെത്, ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 16 ഗ്രാം ആണ് അല്ലേ. 16 ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ്, ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 16 AMU ആണ്. 16 AMU ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഗ്രാമിൽ പറയുകയാണെങ്കിൽ, അതായത് 16 ഗ്രാം എന്ന് പറയുകയാണെങ്കിൽ അത് എന്തിൻ്റെ മാസാണ്, 1 മോൾ ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസാണ്. റെഡി? അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയ ആവറേജ് അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറയുകയാണെങ്കിൽ അതാണ് എന്ത്, മോളാർ മാസ്. അതായത് 1 മോൾ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയ ആവറേജ് അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറയുന്നതാണ്. റെഡി? ഓക്കെ, ഉദാഹരണമായിട്ട് കാർബണിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ കാർബണിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 12 ഗ്രാം ആണ്. ഓക്കെ, 12 ഗ്രാം ആണ്. ഇനി മെഗ്നീഷ്യത്തിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 24.3 ആണ്. 24.3 ആണ്. അത് നമ്മൾ ഗ്രാമിൽ പറയുകയാണെങ്കിൽ അതാണ് അതിൻ്റെ അറ്റോമിക് മോളാർ മാസ് എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 24.3 ഗ്രാം ആണ്. ഓക്കെ, അതുപോലെ കോപ്പറിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 63.5 ആണ്. അതിൻ്റെ മോളാർ മാസ്, അതായത് 1 മോൾ കോപ്പർ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 63.5 ഗ്രാം ആണ്. ഇങ്ങനെ നമുക്ക് അവോഗാഡ്രോസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ 1 മോൾ ആറ്റംസിൻ്റെ മാസിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. മോളിക്യൂൾസ് ആണെങ്കിലോ അതിന് നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്നാണ് പറയുക. ആറ്റംസ് ആണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് എന്നും, മോളിക്യൂൾസ് ആണെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എന്നുമാണ് നമ്മൾ പറയുന്നത്. ഉദാഹരണമായിട്ട് വാട്ടർ മോളിക്യൂൾസ്, H2O മോളിക്യൂൾസ്, നമ്മളതിൽ
1 മോൾ H2O മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ടറിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് ആയിരിക്കും. ഓക്കെ. ഇനി മോളാർ വോളിയം, മോളാർ മാസ് എന്നാൽ നമ്മൾ പറഞ്ഞു 1 മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് മോളാർ മാസ് എന്ന് പറയുന്നത് എന്ന്. അതുപോലെ 1 മോൾ സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ 1 മോൾ ഗ്യാസിൻ്റെ വോളിയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മോളാർ വോളിയം എന്ന് പറയാം അല്ലേ? അവിടെ നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ മോളാർ വോളിയം പറയുമ്പം STPയിലാണെങ്കിൽ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണെങ്കിൽ, അതായത് 0 ഡിഗ്രിയിലും അതുപോലെ തന്നെ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുമാണെങ്കിൽ സാധാരണ ഒരു ഗ്യാസിന് 1 മോൾ ഗ്യാസ് ഉണ്ടെങ്കിൽ അതിന് 22.4 ലിറ്റർ ആയിരിക്കും അതിൻ്റെ വോളിയം. ഓക്കെ. 1 മോൾ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. 2 മോൾസ് ആണെങ്കിലോ, STPയിലെ 2 മോൾസ് ആണെങ്കിൽ അവിടെ 2 × 22.4 ലിറ്റേഴ്സ് ആയിരിക്കും അതിൻ്റെ വോളിയം. 3 മോൾസ് ആണെങ്കിൽ എന്തായിരിക്കും? 3 മോൾസ് ആണെങ്കിൽ 3 × 22.4 ലിറ്റേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ 1 മോൾ ഗ്യാസിൻ്റെ STPയിലുള്ള അല്ലെങ്കിൽ 1 മോൾ ഗ്യാസിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളാർ വോളിയം എന്ന് പറയുന്നത്. അത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണെങ്കിൽ, അതായത് 0 ഡിഗ്രിയിലും അതുപോലെ 1 atm പ്രഷറിലുമാണെങ്കിൽ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള എന്താണ് മോളാർ വോളിയം, ഒരു ഗ്യാസിൻ്റെ മോളാർ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റേഴ്സ് ആണ്. ഓക്കെ. ഇനി നമുക്ക് മോൾ കൺവേർഷൻസ് എന്താണെന്ന് നോക്കാം. അതായത് നമുക്കിപ്പോൾ നമ്മളിപ്പം എന്തിനെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ച് സംസാരിച്ചു അല്ലേ? അതായത് 1 മോൾ സബ്സ്റ്റൻസ് തന്നാൽ അതിൽ 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് 1 മോൾ ആറ്റംസ് ആണെങ്കിൽ അത്രയും ആറ്റംസ് ഉണ്ടാവും. 1 മോൾ മോളിക്യൂൾസ് ആണെങ്കിൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും. അതുപോലെ അയൺസ് ആണെങ്കിൽ 6.022 × 10⁻23 അയൺസ് ഉണ്ടാവും അല്ലേ? ഏത് പാർട്ടിക്കിളാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇനി വോളിയം ആണെങ്കിലോ, വോളിയം നമ്മൾ 1 മോൾ സബ്സ്റ്റൻസ് ആണ് 1 മോൾ ഗ്യാസ് എടുത്താൽ, 1 മോൾ ഐഡിയൽ ഗ്യാസ് എടുത്താൽ അതിന് 22.4 ലിറ്റേഴ്സ് ആണ് STPയിൽ ഉണ്ടാവുക അല്ലേ? അത് നമ്മൾ മോളാർ വോളിയം എന്നാണ് വിളിച്ചത്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് 1 മോളിൻ്റെത് 6.022 × 10⁻23 എന്ന് കിട്ടി. അതുപോലെ വോളിയം ആണെങ്കിൽ അത് STPയിലാണ് ഗ്യാസ് ഉള്ളതെങ്കിൽ അതിൻ്റെ വോളിയം 22.4 ലിറ്റേഴ്സ് എന്ന് കിട്ടി. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? മോളാർ വോളിയം എന്ന് വിളിച്ചത് അല്ലേ? ഇനി മാസ് ആണെങ്കിലോ, മാസിനെ ആണെങ്കിലോ നമ്മൾ നോക്കുന്നത്, അതായത് ആറ്റംസ് ആണെങ്കിൽ നമ്മുടെ അടുത്ത് 1 മോൾ ആറ്റംസ് ഉണ്ടെങ്കിൽ ആ 1 മോൾ ആറ്റംസിൻ്റെ മാസ് നമ്മൾ മോളാർ മാസ് എന്നാണ് പറയുക. അത് ഈക്വൽ ടു എന്തായിരിക്കും? നമ്മുടെ ആവറേജ് അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറയുന്നതിന് ഈക്വൽ ആയിരിക്കും അല്ലേ? ഉദാഹരണമായിട്ട് ഓക്സിജൻ്റെ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണെങ്കിൽ 16 ഗ്രാം ആണ് അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ മോളാർ മാസ് എന്ന് പറയാം. 1 മോൾ ആറ്റംസിൻ്റെ മാസാണത് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എത്ര നമ്പർ ഓഫ് മോൾസ് ആണോ ഉള്ളത് അതിനെ നമുക്ക് നമ്പർ ഓഫ് മോൾസിനെ വോളിയത്തിലേക്കും അതുപോലെ മാസിലേക്കും അതുപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും. 1 മോൾ ആണെങ്കിൽ Na പാർട്ടിക്കിൾസ്, 2 മോൾസ് ആണെങ്കിൽ 2 × Na പാർട്ടിക്കിൾസ്, 3 മോൾസ് ആണെങ്കിൽ 3 × Na പാർട്ടിക്കിൾസ്. Na എന്ന് പറഞ്ഞാൽ എന്താണ്? 6.02 × 10⁻23, അതായത് അവോഗാഡ്രോസ് നമ്പർ അല്ലേ? ഇനി മാസുമായിട്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുക? 1 മോൾ എന്ന് പറയുന്നത് മോളാർ മാസ് അല്ലേ? 1 മോൾ എന്ന് പറയുന്നത് മോളാർ മാസ്. ഉദാഹരണത്തിന് ഓക്സിജൻ്റെതാണെങ്കിൽ 16 ഗ്രാം. ഇനി 2 മോൾ ഓക്സിജൻ ആറ്റംസ് എന്ന് പറഞ്ഞാൽ 2 × 16 ഗ്രാംസ്, അത്രയും മാസാണ് ഉണ്ടാവുക. 3 മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം എന്ന് പറയുകയാണെങ്കിൽ അവിടെ 3 × 16 ആയിരിക്കും ഉണ്ടാവുക അതിൻ്റെ മാസ് ഉണ്ടാവുക അല്ലേ? ഇനി വോളിയമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് 1 മോൾ ഗ്യാസ് അറ്റ് STP എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. 2 മോൾസ് ഓഫ് ഗ്യാസ് അറ്റ് STP എന്ന് പറഞ്ഞാൽ 2 × 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. 3 മോൾ എന്ന് പറഞ്ഞാൽ 3 × 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. 0.5 മോൾ എന്ന് പറഞ്ഞാൽ 0.5 × 22.4 ലിറ്റേഴ്സ് ആയിരിക്കും അതിൻ്റെ എന്താണ് വോളിയം എന്ന് പറയുന്നത്, ആ ഗ്യാസിൻ്റെ STPയിലുള്ള വോളിയം എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് നമ്പർ ഓഫ് മോൾസിനെ വോളിയമായിട്ടും മാസുമായിട്ടും അതുപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് തറോ ആയി കഴിഞ്ഞാൽ മോൾ കൺസെപ്റ്റിലെ ഏത് ക്വസ്റ്റ്യനും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സംഭവം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്പർ ഓഫ് മോൾസിനെ
വോളിയത്തിലേക്കും അതുപോലെ നമ്പർ ഓഫ് മോൾസിനെ മാസിലേക്കും നമ്പർ ഓഫ് മോൾസിനെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിലേക്കും എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു മോൾ കൺസെപ്റ്റ് നമുക്ക് വളരെയധികം ഈസി ആയിട്ട് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ പറഞ്ഞത് മോളിനെ എങ്ങോട്ട് മാറ്റുന്നതാണ്? മോളിനെ വോളിയത്തിലേക്കും നമ്പർ ഓഫ് മോൾസിനെ അത് പാർട്ടിക്കിൾസിലേക്കും നമ്പർ ഓഫ് മോൾസിനെ മാസിലേക്കും മാറ്റുന്നതാണ് അല്ലേ? ഇനി തിരിച്ചും ചെയ്തൂടെ? അതായത് നമുക്ക് വോളിയം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റാം. അതുപോലെ നമുക്ക് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റാം. അതുപോലെ നമുക്ക് മാസ് തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ പിക്ചർ ഇതേപോലെ ബൈഹാർട്ട് ചെയ്യുക, ഇത് മനസ്സിലാക്കിയിട്ട് ബൈഹാർട്ട് ചെയ്യുക. ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു പിക്ചറാണ്. അതായത് ആദ്യം വോളിയവും മോളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലേ? അതായത് ഗ്യാസിൻ്റെ STPയിലുള്ള വോളിയം എന്ന് പറയുന്നത് 22.4 1 മോൾ ആണെങ്കിൽ അതിൻ്റെത് 22.4 ആണ്. അപ്പോൾ നമുക്കൊരു ഗ്യാസിൻ്റെ വോളിയം തന്നിട്ടുണ്ടെങ്കിൽ, STPയിലുള്ള വോളിയം തന്നിട്ടുണ്ടെങ്കിൽ, ടോട്ടൽ വോളിയം തന്നിട്ടുണ്ടെങ്കിൽ എത്ര മോളാണ് നമുക്കറിയില്ല. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അതിൻ്റെ ടോട്ടൽ വോളിയം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് 22.4 ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും അല്ലേ? അതുപോലെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഗ്യാസിൻ്റെ STPയിലുള്ള നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 22.4 ലിറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ ടോട്ടൽ വോളിയം കിട്ടും അല്ലേ? ഇപ്പോൾ 5 മോൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 × 22.4 ലിറ്റേഴ്സ് ആയിരിക്കും അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് മോളും വോളിയവും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എത്ര മോൾസ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1 മോൾ സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിന് 6.02 × 10⁻23 പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക. അപ്പോൾ എത്ര മോളാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് 6.02 × 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് അറിയാമെങ്കിൽ അതിനെ നമ്മൾ 6.02 × 10⁻23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മോൾസിനെ 6.02 × 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. അതുപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ സെയിം സംഖ്യ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് മാസുമായിട്ടും കണക്ട് ചെയ്യാം. അതായത് നമ്പർ ഓഫ് മോൾസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാസ് കിട്ടും. ഓക്കെ, ഇനി ടോട്ടൽ മാസ്സാണ്, ഒരു സബ്സ്റ്റൻസിൻ്റെ ടോട്ടൽ മാസ്സാണ് ഉള്ളതെങ്കിൽ, ആറ്റംസിൻ്റെ ടോട്ടൽ മാസ്സാണ് നമ്മളെ കയ്യിലുള്ളതെങ്കിൽ അത് എത്ര മോൾസ് ആണെന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അതുപോലെ നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മളെ കയ്യിലുള്ളതെങ്കിൽ അതിനെ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ മാസ് കിട്ടും. ഞാൻ ഇത്രയും ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് ഇത് വളരെയധികം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ മൈൻഡിൽ കറക്റ്റ് പതിപ്പിക്കുക. ഓക്കെ, റെഡി? ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. റെഡി? അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഒരു ലോ അവോഗാഡ്രോസ് ലോ ആണ്. അവോഗാഡ്രോസ് ലോ നമ്മൾ ഓൾറെഡി കേട്ടതാണ്. എന്താണ് അവോഗാഡ്രോസ് ലോ പറയുന്നത്? ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ മോൾസ്. അതാണ് അവോഗാഡ്രോസ് ലോ പറയുന്നത്. അതായത് ഗ്യാസിൻ്റെ ഈക്വൽ വോളിയംസിന് STPയിലാണെങ്കിൽ അല്ലെങ്കിൽ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണെങ്കിൽ ഈക്വൽ വോളിയമാണ് അവരുള്ളതെങ്കിൽ അവരെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആയിരിക്കും. അതായത് 1 മോൾ ഹീലിയവും, എക്സാമ്പിളായിട്ട് നമ്മൾ 1 മോൾ ഹീലിയവും അതുപോലെ 1 മോൾ ഓക്സിജനും 1 മോൾ നൈട്രജനും എടുത്താൽ അവരുടെയൊക്കെ വോളിയം എന്തായിരിക്കും? 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. ഇനി 2 മോൾ വോളിയം ഹീലിയവും അതുപോലെ 2 മോൾ വോളിയം ഓക്സിജനും അതുപോലെ 2 മോൾസ് ഓഫ് നൈട്രജനുമാണ് എടുക്കുന്നതെങ്കിൽ അവരുടെയൊക്കെ വോളിയം എന്തായിരിക്കും? 22.4 × 2 ആയിരിക്കും അവരുടെ വോളിയം അല്ലേ? അത്രയും ലിറ്റേഴ്സ് ആയിരിക്കും. ഇനി 3 മോൾസ് ആണ് എടുക്കുന്നതെങ്കിലോ 3 മോൾ ഹീലിയവും അതുപോലെ 3 മോൾ ഓക്സിജനും 3 മോൾ നൈട്രജനുമാണ് എടുക്കുന്നതെങ്കിൽ 3 × 22.4 ലിറ്റേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് 1 മോൾ ഹീലിയം 1 മോൾ ആണെങ്കിൽ അതിനെത്ര
എന്താണ് വോളിയമാണോ ഉള്ളത് അതേ വോളിയം തന്നെ ആയിരിക്കും 1 മോൾ ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ അതിനും ഉള്ളത്. റെഡി? അതാണ് അവോഗാഡ്രോസ് ലോ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോളുമായിട്ട് നമ്പർ ഓഫ് മോൾസുമായിട്ട് നമ്മളെ എല്ലാവരെയും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ? മാസിലേക്കും അതുപോലെ വോളിയംസിലേക്കും പാർട്ടിക്കിൾസിലേക്കും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം 10 റിലേഷൻഷിപ്പ് പറയാൻ പറ്റും. നമ്മൾ അതിനെ ഡീകോഡ് ചെയ്താൽ നമുക്ക് 10 റിലേഷൻഷിപ്പ് കിട്ടും. ആദ്യത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് മോളും മാസുമായിട്ടുള്ള റിലേഷൻ, മോളും പാർട്ടിക്കിളുമായിട്ടുള്ള റിലേഷൻ, മോളും വോളിയവുമായിട്ടുള്ള റിലേഷൻ. ഇതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് അല്ലേ? അതായത് മോള് തന്നാൽ എത്ര മാസ് ഉണ്ട് എന്ന് കാണാം, അതുപോലെ മാസ് തന്നാൽ എത്ര മോൾ ഉണ്ട് എന്ന് കാണാം, അതുപോലെ മോൾ തന്നാൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കാണാം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നാൽ എത്ര മോൾ ഉണ്ടെന്ന് കാണാം, അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് തന്നാൽ എത്ര വോളിയം ഉണ്ടെന്ന് കാണാം, എത്ര വോളിയം ഉണ്ടെന്ന് തന്നാൽ എത്ര മോൾ ഉണ്ടെന്നും കാണാം. ഇതൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പിക്ചർ കാണിച്ചിട്ട് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് റിയാക്റ്റൻസിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കാണാൻ പറ്റും. ഇത്ര നമ്പർ, ഇപ്പം ഉദാഹരണത്തിന് 3 മോൾസ് ഓഫ് എ റിയാക്ട് ചെയ്താൽ എത്ര മോൾ ബി ആണ് ഉണ്ടാവുക എന്നായിരിക്കും നമ്മൾ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മോൾ മോൾ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മോൾ മാസ് റിലേഷൻഷിപ്പ്, അതുപോലെ മോൾ പാർട്ടിക്കിൾ റിലേഷൻഷിപ്പ്, മോൾ വോളിയം റിലേഷൻഷിപ്പ്, ഇതാണ് പ്രധാനപ്പെട്ട 4 റിലേഷൻഷിപ്സ്. ഇനി ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഉദാഹരണത്തിന് നമുക്കതൊക്കെ ചെയ്ത് നോക്കാം അല്ലേ? അതായത് ഉദാഹരണത്തിന് ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് തന്നു. അപ്പോൾ അതിൽ റിയാക്റ്റൻസ് പ്രോഡക്റ്റായി മാറുന്നുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞു ഇത്ര ഗ്രാം, ഉദാഹരണത്തിന് 32 ഗ്രാം ഓഫ് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് പറഞ്ഞു, അത് റിയാക്ട് ചെയ്താൽ കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം പ്രോഡക്റ്റ് ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെന്താണ്? റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും മാസസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അല്ലേ? അത്തരം റിലേഷൻഷിപ്പ്. അതുപോലെ മാസും പാർട്ടിക്കിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഇത്ര മാസ് ഉണ്ട്, അത് റിയാക്ട് ചെയ്തിട്ട് എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ബി ആണ് ഉണ്ടാവുക എന്ന് ചോദിക്കാം അല്ലേ? അതാണ് മാസും പാർട്ടിക്കിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതുപോലെ മാസ് വോളിയം റിലേഷൻഷിപ്പ്. ഇങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ്, ഏകദേശം 10ഓളം റിലേഷൻഷിപ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടും അല്ലേ? അതുപോലെ പാർട്ടിക്കിൾ റിലേഷൻഷിപ്പ്, പാർട്ടിക്കിൾ വോളിയം റിലേഷൻസ്, വോളിയം റിലേഷൻസ്, ഇങ്ങനെ 10 റിലേഷൻഷിപ്സ് നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം വളരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോളാണ് സെൻറ്ററിൽ, മോളിനെയാണ്, നമ്പർ ഓഫ് മോൾസിനെയാണ് നമ്മൾ സെൻറ്ററിൽ നിർത്തേണ്ടത്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് നമ്മൾ സെൻറ്ററിൽ നിർത്തിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, എല്ലാം ചെയ്യാൻ. ഇവിടെ ആരാണുള്ളത്? ഇവിടെ ഉള്ളത് വോളിയമാണ്, ഇവിടെ ഉള്ളത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, ഇവിടെ ഉള്ളത് എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതുപോലെ ഇവിടെ ഉള്ളത് മാസ് ആണ് അല്ലേ? നേരത്തെ നമ്മൾ തന്നിട്ടുള്ള പിക്ചറിൽ. അപ്പോൾ നമ്മളോടിപ്പം വോളിയവും അതുപോലെ തന്നെ മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നതെങ്കിൽ വോളിയത്തിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്പർ ഓഫ് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് നമ്പർ ഓഫ് മോൾസിനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി മാസും അതുപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ മാസിനെ ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് നമ്പർ ഓഫ് മോൾസ് നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ, ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ചെയ്യേണ്ടത് എന്നില്ലേ? എന്താ ചെയ്യേണ്ടത്? അതായത് മാസിനെ മോളിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മോൾസിനെ മാസിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മോൾസിലേക്ക് മാറ്റാനാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവോഗാഡ്രോസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസിനെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിലേക്ക് മാറ്റാനാണെങ്കിൽ അവോഗാഡ്രോസ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. STPയിലുള്ള വോളിയത്തെ മോളിലേക്ക്, നമ്പർ ഓഫ് മോളിലേക്ക് മാറ്റാൻ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസിനെ വോളിയത്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് ഇവരുടെ പരസ്പരമുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റും. അതുവഴി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇന്ന് ചെയ്ത് നോക്കാം. ഓക്കെ,
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് 4 മോൾസ് ഓഫ് C4H8 എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് മനസ്സിലാക്കുക, കമ്പഷൻ റിയാക്ഷൻസ് എന്നാണ് നമ്മൾ ഇതിനെ പറയാം. അതായത് ഹൈഡ്രോ കാർബൺസിൻ്റെ കമ്പഷൻ റിയാക്ഷൻ. ഹൈഡ്രോ കാർബൺസിൻ്റെ കമ്പഷൻ റിയാക്ഷൻസ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിരിക്കും. കമ്പഷൻ റിയാക്ഷൻ എന്ന് പറയുക ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിനെക്കുറിച്ച് ഇത്തരം റിയാക്ഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഹൈഡ്രോ കാർബൺസിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റിയാക്ഷൻസ് എന്താണെന്നും ഇവരുടെ പ്രോഡക്റ്റ് എന്താണെന്നും അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ബാലൻസിങ് നമുക്ക് റിഡോക്സ് റിയാക്ഷനിൽ വളരെ കൃത്യമായി പഠിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കാം. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഞാനിവിടെ എഴുതാം. അതായത് C4H8 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാക്കുന്ന റിയാക്ഷനാണിത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ബാലൻസ് ചെയ്യാം. കാർബൺ 4 ആണുള്ളത്, അതുകൊണ്ട് 4CO2 ആണ് ഉണ്ടാവുക. അതുപോലെ H8 ആണുള്ളത്, അതുകൊണ്ട് തന്നെ 4H2 ആണ് ഉണ്ടാവുക അല്ലേ. ഇനി പ്രോഡക്ട്സിൽ ഓക്സിജൻ എത്ര ആണുള്ളത്? 2, 4, 12 ആണുള്ളത് അല്ലേ. 2 × 4 8, 8 + 4 12 അല്ലേ. 12 ഓക്സിജൻ ആറ്റംസ് കിട്ടുകയാണെങ്കിൽ ഇവിടെ 6 കൊടുക്കണം. ഈ രൂപത്തിലാണ് ഇത് ബാലൻസ് ചെയ്യുക. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഇവിടെ പറയുന്നത് 1 മോൾ C4H8 കമ്പഷൻ റിയാക്ഷൻ നടത്താൻ എത്ര മോൾ ഓക്സിജൻ വേണം? 6 മോൾസ് ഓഫ് ഓക്സിജൻ വേണം അല്ലേ. 6 മോൾസ് ഓഫ് ഓക്സിജൻ വേണം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്സിജൻ മോൾസ് എത്ര വേണം? എന്തിനാണ്? 4 മോൾസ് ഓക്സിഡൈസ് ചെയ്യാൻ. 4 മോൾസ് ഓഫ് C4H8 ഓക്സിഡൈസ് ചെയ്യാൻ എത്ര മോൾ ഓഫ് ഓക്സിജൻ വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 മോളിന് 6 എണ്ണം വേണമെങ്കിൽ, അതായത് 1ന് 6 എണ്ണം വേണമെങ്കിൽ 4 എണ്ണത്തിന് എത്ര എണ്ണം വേണ്ടി വരും? 4 × 6 വേണ്ടി വരും അല്ലേ. 4 × 6 = 24 മോൾസ് ഓഫ് എന്ത് വേണ്ടി വരും? ഓക്സിജൻ വേണ്ടി വരും. ഈ രൂപത്തിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം അല്ലേ. അതായത് 1 മോൾ C4H8 കമ്പഷൻ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുക? 4 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുക. അതുപോലെ എത്ര മോൾ വാട്ടർ ആണ് ഉണ്ടാവുക? 4 മോൾസ് ഓഫ് വാട്ടർ ആണ് ഉണ്ടാവുക. അപ്പോൾ 4 മോൾസ് ഓഫ് C4H8 കമ്പഷൻ റിയാക്ഷൻ നടത്തിയാൽ എത്ര മോൾ CO2 ഉണ്ടാവും? 4 × 4, അതായത് 16 മോൾസ് ഓഫ് CO2 ഉണ്ടാവും. അതുപോലെ എത്ര മോൾ H2O ഉണ്ടാവും? 4 × 4, അതായത് 16 മോൾസ് ഓഫ് H2O ഉണ്ടാവും അല്ലേ. ഇനി നേരെ തിരിച്ചും ചോദിക്കാം, 4 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കണമെങ്കിൽ എത്ര മോൾ C4H8 വേണം? 1 മോൾ C4H8 വേണം. 16 മോൾസ് ഓഫ് CO2 ഉണ്ടാക്കണമെങ്കിൽ 16 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര മോൾ C4H8 വേണം? 4 മോൾസ് വേണം അല്ലേ. ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മോൾസ് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് മോൾസും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് മോൾ റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞത്. റെഡി? ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് കണ്ടെയ്ൻ 8 gram ഓഫ് ഓക്സിജൻ ഈസ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്ക്, നമ്പർ ഓഫ് മോൾസും അതുപോലെ തന്നെ 8 gram ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് മാസ് ആണ് അല്ലേ. നമ്പർ ഓഫ് മോൾസും മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ. നമ്പർ ഓഫ് മോൾസും അതുപോലെ തന്നെ മാസും തമ്മിൽ. അതായത് ചോദിച്ചിട്ടുള്ളത് 8 gram ഓഫ് ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്നത് എത്ര മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നാണ്. 8 gram ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്നത് എത്ര മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് കണ്ടെയ്ൻ 8 gram ഓഫ് ഓക്സിജൻ അല്ലേ. അതായത് 8 gram ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിലാണെന്നാണ്. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോള് ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? 2 മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ട് അല്ലേ. 2 മോൾ ഓക്സിജൻ ആറ്റംസ്. റെഡി? ഇനി എത്ര ഗ്രാമാണുള്ളത്? ഗ്രാമിലേക്ക് മാറ്റാണ്. എത്ര ഗ്രാം ഓക്സിജൻ ഉണ്ട്? O2 ആണുള്ളത്. അപ്പം 16 + 16, അതായത് 32 gram ഉണ്ട് അല്ലേ. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ 32 gram എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്ക് പറയാം 32 gram ഓക്സിജനെ കണ്ടെയ്ൻ ചെയ്യുന്നത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, 32 gram ഓക്സിജനെ കണ്ടെയ്ൻ ചെയ്യുന്നത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്.
അപ്പോൾ 1 ഗ്രാമിനെ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്തായിരിക്കും 1/32 ഗ്രാം ഓഫ് എന്തായിരിക്കും 1/32 മോൾസ് ഓഫ് CO2 ആയിരിക്കും. ഓക്കെ, 32 ഗ്രാം ഓക്സിജനെ കണ്ടെയ്ൻ ചെയ്യുന്നത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ 1 ഗ്രാമിനെ കണ്ടെയ്ൻ ചെയ്യുന്നത് 1/32 മോൾ ഓഫ് CO2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 8 ഗ്രാമിനെ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്തായിരിക്കും 1/32 ഇൻറ്റു 8 ഗ്രാംസ് ഓഫ് 8 മോൾസ് ഓഫ് CO2 ആയിരിക്കും അല്ലേ. 8 മോൾസ് ഓഫ് CO2 ആയിരിക്കും 8 ഗ്രാമിനെ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, 1/32 ഇൻറ്റു 8 അല്ലേ, 1/32 ഇൻറ്റു 8. റെഡി. അപ്പോൾ 1/32 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 8/32, അതായത് 1/4 ആണ് അല്ലേ, ഈക്വൽ ടു 0.25 എന്ന് കിട്ടും. 0.25 മോൾസ് എന്ന് കിട്ടും. റെഡി, 0.25 മോൾസ്. ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ അല്ലേ. അപ്പം ഇവിടെ എങ്ങനെയും ചോദിക്കാം അല്ലേ. 8 ഗ്രാം ഓഫ് ഓക്സിജൻ ആണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ഇനി 16 ഗ്രാം ഓഫ് ഓക്സിജൻ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിലോ ഇവിടെ നമുക്ക് 1 ഗ്രാം കണ്ടെയ്ൻ ചെയ്യുന്നത് 1/32 മോൾസ് ഓഫ് CO2 ആണ്. അപ്പോൾ 16 ഗ്രാംസ് ആണെങ്കിൽ 16 ഇൻറ്റു 1/32 ഈക്വൽ ടു 16/32 ഈക്വൽ ടു 1/2 മോൾസ്. 1/2 മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് 0.5 മോൾസ് അല്ലേ. ഇങ്ങനെ എത്ര ഗ്രാമോ ചോദിച്ചാലും നമുക്കതിനെ 1/32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, എത്ര മോൾസ് ആണെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂണിറ്ററി മെത്തേഡ് എന്ന് പറയുക. അതായത് 1 ഗ്രാം എത്ര മോൾസിലാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ 1 ഗ്രാം റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ 1 ഗ്രാം എത്ര മോൾസുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ യൂണിറ്ററി മെത്തേഡ് എന്ന് പറയുക. എന്നിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ഗ്രാംസ് എത്ര മോളിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ മോളും മാസും തമ്മിലുള്ള റിലേഷനാണ് അല്ലേ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് മോളിലാണ് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ ഓക്സിജൻ്റെ മാസാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓക്സിജൻ്റെ മാസും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രാം മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ. ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ഇൻ 6.023 ഇൻറ്റു 10⁻24 CO മോളിക്യൂൾസ് ഈസ്. ഇവിടെ ഓക്സിജൻ്റെ ഗ്രാം മോളിക്യൂൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാം മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ മോൾ മോളിക്യൂൾസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഗ്രാം മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഗ്രാം മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ മോൾ മോളിക്യൂൾസ്. ഓക്കെ, ഗ്രാം ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാം ആറ്റംസ് എന്ന് പറഞ്ഞാൽ മോൾ ആറ്റംസ്. ഓക്കെ, മോൾ ആറ്റംസ്. ഗ്രാം മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ മോൾ മോളിക്യൂൾസ് ആണ്. ഗ്രാം ആറ്റംസ് എന്ന് പറഞ്ഞാൽ മോൾ ആറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 6.023 ഇൻറ്റു 10⁻24 CO മോളിക്യൂൾസിൽ. അപ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ആരെ? CO മോളിക്യൂൾസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇവിടെയുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസും അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസും പാർട്ടിക്കിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ. നമ്പർ ഓഫ് മോൾസും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും. ഓക്കെ, നമ്പർ ഓഫ് മോൾസും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും. അതായത് 6.023 ഇൻറ്റു 10⁻24 CO മോളിക്യൂൾസിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കതിനെ നമ്പർ ഓഫ് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലേ. 6.023 ഇൻറ്റു 10⁻24 ഡിവൈഡഡ് ബൈ 6.023 ഇൻറ്റു 10⁻23. അതായത് നമുക്ക് അവഗാഡ്രോസ് നമ്പർ കൊണ്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 10 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് 10 മോൾസ് ഓഫ് എന്താണ്? 10 മോൾസ് ഓഫ് CO മോളിക്യൂൾസ് ആണുള്ളത്. ഇനി നമുക്കറിയാം 1 മോൾ CO മോളിക്യൂൾ എടുത്താൽ അതിൽ 1 മോൾ ഓക്സിജൻ ആറ്റമുണ്ട്. എന്നാൽ അതിലുള്ളത് 0.5 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ആണുള്ളത്. ഓക്കെ, 0.5 മോൾ ഓക്സിജൻ മോളിക്യൂൾ ആണുള്ളത്. 1 മോൾ ഓഫ് CO കാർബൺ മോണോക്സൈഡ് എടുത്താൽ അതിൽ 1 മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. പക്ഷെ 0.5 മോളാണ് എന്തുള്ളത്? ഓക്സിജൻ മോളിക്യൂൾസ് ഉള്ളത്. നമ്മോട് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് ഗ്രാം മോളിക്യൂൾസ്, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ എന്നാണ് അല്ലേ. അതുകൊണ്ട് ഇവിടെ 1 മോളിൽ 0.5 ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ 10 മോളിൽ എത്ര ഉണ്ടാവുക? 10 മോളിൽ 10 ഇൻറ്റു 0.5 അല്ലേ.
അതായത് 5 മോൾസ് ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ 5 ഗ്രാം മോളിക്യൂൾസ് എന്ന് പറയാം. 5 ഗ്രാം മോളിക്യൂൾസ് അല്ലേ? സി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. റെഡി? ഇങ്ങനെ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസും അതുപോലെ നമ്പർ ഓഫ് മോൾസും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നീറ്റ് എക്സാം 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഹാസ് മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് എന്നാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ്, അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതുപോലെ തന്നിട്ടുള്ളത് മാസാണ്. മാസും പാർട്ടിക്കിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് 1 ഗ്രാം ഓഫ് സിൽവർ ആണ്. 1 ഗ്രാം ഓഫ് സിൽവർ. സിൽവറിൻ്റെ അറ്റോമിക് മാസ് 180 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 1 ഗ്രാം ഓഫ് സിൽവറിൽ എത്ര മോൾസ് ഓഫ് സിൽവർ ഉണ്ടാവും? എത്ര മോൾ ആറ്റംസ് ഓഫ് സിൽവർ ഉണ്ടാവും? അതായത് നമുക്ക് തന്നിട്ടുള്ള മാസിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? മോളാർ മാസ് കൊണ്ട് അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അതായത് 1/108 അത്രയും മോൾസ് ആണ് ഉണ്ടാവുക. ഇതിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും? ഇതിനെന്ത് ചെയ്താൽ മതി? നമ്മൾ എന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അവോഗാഡ്രോസ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് ആറ്റംസ് ആണ് എവിടെ ഉണ്ടാവുക? 1 മോൾ സിൽവറിൽ ഉണ്ടാവുക. ഓക്കെ, സോറി, 1 ഗ്രാം ഓഫ് സിൽവറിൽ ഉണ്ടാവുക. ഇനി 1 ഗ്രാം ഓഫ് മെഗ്നീഷ്യം. 1 ഗ്രാം ഓഫ് മെഗ്നീഷ്യം എന്ന് പറയുന്നത് എത്ര മോൾ ആറ്റംസ് ഓഫ് മെഗ്നീഷ്യമാണ്? 1/24 മോൾ ആറ്റംസ് ഓഫ് മെഗ്നീഷ്യമാണ്. റെഡി? 1/24 മോൾസ് ഓഫ് ആറ്റംസ് ഓഫ് മെഗ്നീഷ്യമാണ് അല്ലേ? ഇനി അതിൽ എത്ര ആറ്റംസ് ഉണ്ട്? പാർട്ടിക്കിൾസ് ടോട്ടൽ എത്ര ഉണ്ടെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ 1 ഗ്രാം ഓഫ് O2 എന്ന് പറയുന്നത് 1 ഗ്രാം ഓഫ് O2 എന്ന് പറയുന്നത് 1/32 മോൾസ് ഓഫ് O2 ആണ് അല്ലേ? 1/32 മോൾസ് ഓഫ് O2. മോൾസ് ഓഫ് O2 ആണ്. 1/32 മോൾസ് ഓഫ് O2 ആണ്. അതിൽ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും? അതായത് 1/32 മോൾസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ആണ്. അവിടെ 1/16 മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ആണ് ഉണ്ടാവുക. അതായത് 1 മോൾ ഓഫ് O2ൽ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട് അല്ലേ? അപ്പോൾ 1/32ൽ 32 മോൾസ് ഓഫ് O2ൽ 1/16 അതായത് 1/32 ഇൻറ്റു 2 മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. അതായത് 1/16 മോൾസ് ഓഫ് ആറ്റംസ് ഉണ്ടാവും. അതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 1/16 ഇൻറ്റു NA ആണ് കിട്ടുക. അതുപോലെ ലിഥിയത്തിൻ്റെതാണെങ്കിൽ 1 ഗ്രാം ഓഫ് ലിഥിയമാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ഓഫ് ലിഥിയം എന്ന് പറഞ്ഞാൽ 1/7 ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് എന്ത്? നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്? 1/108 എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ 1/24 1/32. അതുപോലെ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് കാണാൻ 1/7 ചെയ്താൽ അത് കിട്ടും അല്ലേ? അത് നമ്മൾ അവോഗാഡ്രോസ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ 4 സംഭവങ്ങളുടെയും നമ്പർ ഓഫ് ആറ്റംസ് അല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ ആറ്റംസ് എവിടെ ആയിരിക്കും? ഡിനോമിനേറ്ററിൽ കുറവുള്ള സംഖ്യ ആയിരിക്കും വലിയ സംഖ്യ അല്ലേ? അതുകൊണ്ട് തന്നെ 1/7 ഇൻറ്റു NA, അതായത് 1 ഗ്രാം ഓഫ് ലിഥിയത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാറുള്ളത്. അപ്പോൾ മാസ് തന്നാൽ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് കിട്ടും. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ്. അതുപോലെ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ചെയ്താൽ എന്താ കിട്ടുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ്. അതുപോലെ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും ഗ്യാസിൻ്റെ അല്ലേ? അതുപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ NA കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. റെഡി? ഇനി വേറൊരു ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഈസ് മാക്സിമം ഇൻ. ഏതിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ മോളിക്യൂൾസ് ഉള്ളതെന്ന്? ഒന്നാമത്തേത് 1.8 ഗ്രാം ആണ്. അപ്പോൾ വാട്ടർ മോളിക്യൂൾസിൻ്റെ നമ്പർ കാണാൻ നമ്മൾ ആദ്യം ഈ 1.8 എന്നുള്ളതിനെ നമ്മൾ ആദ്യം നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റണം, പിന്നെ NA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 1.8
ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? H2O, അതായത് 2 + 16 = 18 ആണ് അല്ലേ? അപ്പോൾ 1.8 ഡിവൈഡഡ് ബൈ 18, ഇത്രയും നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. ഇൻറ്റു Na ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും അല്ലേ? 18 ഗ്രാം ഓഫ് വാട്ടറിലാണെങ്കിലോ 18/18 ഇൻറ്റു Na അല്ലേ? അതുപോലെ 18 മോൾസ് ആണെങ്കിലോ 18 മോൾസ് ആണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ Na കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ 18 മോളിക്യൂൾസ് ഓഫ് വാട്ടർ, 18 മോളിക്യൂൾസ് എന്ന് പറയുമ്പം ഒരു മോളിക്യൂളിൻ്റെത് 18 AMU ആണ് അല്ലേ? അപ്പോൾ 18 മോളിക്യൂൾസിൻ്റെത് 18 × AMU, അതായത് 1.6 × 10⁻⁻27 കിലോഗ്രാം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാസ് ഉണ്ടാവുക ഏതിനായിരിക്കും? 18 മോൾസിനായിരിക്കും അല്ലേ? 18 മോൾസിനായിരിക്കും. 18 മോൾസിൻ്റെ മാസ് എന്ന് പറയുന്നത്, സോറി, നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 18 ഓക്കെ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തേത് ഓക്കെ ആണ്, 1.8 ഡിവൈഡ് ബൈ 18 ഇൻറ്റു Na, അതായത് 0.1 മോളാണ്. 0.1 ഇൻറ്റു Na ആണ് കിട്ടുക. 0.1 ഇൻറ്റു Na, ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആണ് ആദ്യത്തേതിൽ ഉണ്ടാവുക അല്ലേ? 18 ഗ്രാമിൽ എത്ര നമ്പറാണ് ഉണ്ടാവുക? 1 ഇൻറ്റു Na അല്ലേ? 18/18, അതായത് 1 ഇൻറ്റു Na. ഇനി 18 മോൾസിൽ സി ഓപ്ഷനിൽ 18 ഇൻറ്റു Na അല്ലേ? 18 Na. ഓക്കെ, 18 Na. ഇനി അവസാനത്തത് 18 മോളിക്യൂൾസ് ആണ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നെ അവിടെ എന്താണ്? 18 ആണ്. ഓക്കെ, 18 ആണോ 0.1 Na ആണോ 1 Na ആണോ 18 Na ആണോ കൂടുതൽ? 18 Na അല്ലേ? 18 Na എന്ന് പറഞ്ഞാൽ 18 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 ആണ്. അപ്പോൾ വലിയ സംഖ്യയാണ് അല്ലേ? അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും, അതായത് 18 മോൾസ് ഓഫ് വാട്ടർ. ഈ രൂപത്തിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മോൾ റിലേഷൻഷിപ്സ് ആണ്. കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇത്തരം റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.